ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ KS കാർഡിൻ്റെയും JCയുടെയും സിലബസ് വന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിൻ്റെയും കഴിഞ്ഞ JCയുടെയും സിലബസ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ആ ഒരു സിലബസിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ആ ഓരോ മോഡ്യൂൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് അറിയാം, നമ്മുടെ സിലബസ് പ്രകാരം ബാങ്കിങ്ങും കോർപ്പറേഷനും IT ആൻഡ് സൈബർ ലോയുമാണ് നമുക്കുള്ളത്. ബാങ്കിങ് 40 മാർക്ക്, കോർപ്പറേഷൻ 50 മാർക്ക്, IT ആൻഡ് സൈബർ ലോ 10 മാർക്കാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് 1 കോർപ്പറേഷൻ 50 മാർക്കാണ്. നമുക്ക് ഓരോ മോഡ്യൂളുകളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം. നമുക്ക് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നുള്ള എക്കണോമിക് സിസ്റ്റംസിനെ നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ്, ഡിഫറൻസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ അവിടെ പഠനം കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും അതർ ഫോം ഓഫ് ബിസിനസ്, അതായത് കോർപ്പറേഷനും അതർ ഫോം ഓഫ് ബിസിനസ്സുമായിട്ടുള്ള കമ്പാരിസൺ, അതിൻ്റെ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് കൂടി മനസ്സിലാക്കിയിട്ട് ഒരു ബേസ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഒന്നാമത്തെ മോഡ്യൂൾ. നമുക്ക് ലഭിക്കുന്ന മാർക്ക് 5 മാർക്കാണ്. രണ്ടാമത്തെ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ബേസ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് അല്ലേ. കാരണം നമ്മൾ CSEB എക്സാമിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധമായും പഠിച്ചിട്ട് പോകുന്ന 2 മോഡ്യൂളുകളാണ് ആദ്യത്തെ 2 മോഡ്യൂളുകൾ. നമ്മളിപ്പം കണ്ണും പൂട്ടി എഴുതിയാൽ പോലും നമുക്ക് ഇവിടെ നിന്നും ഈ 10ൽ ഒരു 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മോഡ്യൂളുകളാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി, PSCയുടെ എക്സാം ആണ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി, അല്ലെങ്കിൽ നമ്മൾ മുടിയിഴ കീറി പരിശോധിക്കുക എന്ന് പറയുന്ന പോലെ ഒരു അത്ര മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഇവിടെ നിന്ന് നോക്കിയിട്ട് പോകണം. സിമ്പിളാണ് എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്. കൃത്യമായി പഠിച്ചു പോയാൽ 10ൽ 10 മാർക്ക് നമുക്ക് ഈ 2 മോഡ്യൂളുകളിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ഒരു മോഡ്യൂൾ നോക്കിയാൽ ഇത്തിരി വലിയ മോഡ്യൂളാണ്, കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. അപ്പോൾ വലിയ മോഡ്യൂളാണ്. നമുക്ക് ആദ്യത്തെ മോഡ്യൂൾക്ക് 5 മാർക്ക് വീതമായിരുന്നുവെങ്കിൽ ഈ ഒരു ഒറ്റ മോഡ്യൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എത്ര മാർക്കാണ്? 7 മാർക്കാണ് നമുക്ക് ലഭിക്കുക അല്ലേ. 7 മാർക്കാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഷോർട്ട് ടേം, മീഡിയം ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ നോക്കാനായിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, അവരുടെ ഫീച്ചേഴ്സ്, അവർ എന്തിനൊക്കെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻസ് എന്താണ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ള ഒരു ഇൻഡെപ്ത് സ്റ്റഡി വേണം. കാരണം നമ്മൾ CSEB എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കാറുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ പഠനം മുൻപോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ അവരുടെ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ CSEB എക്സാമിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു PSC എക്സാം നിങ്ങൾ എഴുതുമ്പം അതിൻ്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി വേണം. അവർ എന്തിനു വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, NCDC താഴെ തന്നിരിക്കുന്നതിൽ ആർക്കൊക്കെ അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം, മനസ്സിലാക്കിയെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി പഠിച്ചുവെങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു മോഡ്യൂളിൽ തന്നെ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. NAFED ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ PCRDB, KCRDB. അപ്പോൾ ഇത്രയും നമ്മുടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും അവരുടെ ഫംഗ്ഷനെ കുറിച്ചും മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 7 മാർക്കും സ്കോർ ചെയ്യുവാനായിട്ട് പറ്റും. അടുത്ത മോഡ്യൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്. നമ്മുടെ NAFED, IFFCO, KRIPCO, NABARD, NDDB, NCDC and National Housing Bank NHB and other national organization providing assistance to housing cooperatives. 5 മാർക്കാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് NAFED, IFFCO ഇതൊക്കെ നമ്മൾ CSEB എക്സാമുകൾക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പം ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ JCI എക്സാം നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന JCI എക്സാമിന് പ്രിപ്പയർ ചെയ്തവരാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്താൽ മതി, ഈ എല്ലാ ടോപ്പിക്കുകളും ഒന്ന് ക്ലിയർ ആയിട്ട് റിവൈസ് ചെയ്തെടുത്താൽ മതി. കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് എത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റി, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്ന ലിമിറ്റേഷൻസ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് താഴേക്ക് പോയി, ഇത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം,
ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു വീക്കായിട്ടുള്ള ഏരിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾ പഠനം മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ടും ടോപ്പ് റാങ്കിലോട്ടും എത്തുവാനായിട്ട് പറ്റും. അടുത്തത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലോയുടെ പാർട്ടാണ് അല്ലേ. CSEB എക്സാമിൽ നമുക്ക് 110 സെക്ഷനും 201 റൂളും പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് ലോയിലെ പഠിക്കാനുള്ള മോഡ്യൂളുകൾ ഞാനിത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം, ഓരോ മോഡ്യൂളായിട്ട് പറയാതെ. നമുക്ക് ഓഡിറ്റിന്റെ ഭാഗം, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കഴിഞ്ഞ് വരുന്ന സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, അതുപോലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള, അങ്ങനെ ഒരു 3 മോഡ്യൂളുകളായിട്ട്, അതുപോലെ സോഴ്സസ് ഓഫ് ഫണ്ട് 4 മോഡ്യൂളുകളിലായിട്ടാണ് നമ്മൾ ലോ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 110 സെക്ഷൻ പഠിക്കേണ്ട, 201 റൂൾ പഠിക്കേണ്ട, അതിൻ്റെ മേജർ പോർഷൻസ് ആയിട്ടുള്ള ഓഡിറ്റ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, സോഴ്സസ് ഓഫ് ഫണ്ട്, അങ്ങനെ ഒരു 3 സെക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ലോ പഠിച്ചാൽ മതി. അങ്ങനെ ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മാർക്ക് എത്രയാണ്? ആദ്യത്തെ ഒരു 6 മാർക്ക്, 2 നമുക്കൊരു 5 മാർക്ക്, വീണ്ടും ഒരു 5 മാർക്ക്, ഒരു 6 മാർക്ക്, ഏറെക്കുറെ 20 മാർക്ക്. 20+ മാർക്കാണ് നമുക്ക് ലോയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഒരുപാട് പഠിക്കേണ്ട കാര്യങ്ങളില്ല. ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 20 അല്ലെങ്കിൽ 20-ന് മുകളിൽ വരുന്ന മാർക്ക് നമുക്ക് സുഖമായിട്ട് ഉറപ്പിക്കുവാനായിട്ട് പറ്റും. ഇനി ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, ഇത് നമ്മളെ സംബന്ധിച്ച് എന്താണ് ബ്ലൂ പ്രിന്റ്, എന്താണ് നമ്മുടെ ഡിസ്കോഴ്സ് മോഡൽ, എന്താണ് ഗ്രീൻ ഹൗസ്, ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിൻ്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് മൾട്ടിപർപ്പസ് സൊസൈറ്റി എന്താണ്, മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റി എന്താണ്, അതൊരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുവാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു മോഡ്യൂളാണ് ഈ ഒരു മോഡ്യൂൾ എന്ന് പറഞ്ഞ 6ാമത്തെ മോഡ്യൂള്. ഇനി ഞാൻ ലോയുടെ മോഡ്യൂൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അങ്ങനെ 9 മോഡ്യൂളുകളിൽ നിന്നായിട്ട് നമുക്ക് കിട്ടുന്നത് 50 മാർക്കാണ്. ഈ ഒരു 50 മാർക്ക് നമ്മളെ സംബന്ധിച്ച് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് അല്ലേ. കാരണം നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന CSEB എക്സാമിന് പഠിച്ചിരുന്നതിൻ്റെ ആ ഒരു കടൽ പോലെയൊന്നുമില്ല. ആ കടലിൽ നിന്നും ഒരു കുടത്തിൻ്റെ അകത്ത് വെള്ളം കോരി വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഒരു സിലബസ് ഉള്ളത്. അതും ഓരോന്നിനും എന്താണ് പഠിക്കേണ്ടത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. CSEB എക്സാമിന് ഒരു ടോപ്പിക്ക് തരുന്നത് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തലയും വാലും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് സിലബസ് വരിക. പക്ഷേ ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം ആർബിട്രേഷൻ ആൻഡ് അവാർഡ്, പ്രൊവിഷൻ ആൻഡ് പ്രൊസീജിയർ, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ്, അതിൻ്റെ അകത്ത് ആ ഒരു മോഡ്യൂളിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, എന്തൊക്കെ ഭാഗങ്ങളിൽ നിന്നുമാണ് ചോദ്യങ്ങൾ വരിക എന്ന് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഠനം അത് കൂടുതൽ എളുപ്പമാക്കുന്നതാണ്. അതുപോലെ നമുക്ക് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള, നമ്മളെ സംബന്ധിച്ച് 1904 ആക്ട്, 1912 ആക്ട്, അതുപോലെ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, അതുപോലെ മോഡൽ കോപ്പറേറ്റീവ്സ് ബില്ല്, എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള, എനാക്ട്മെന്റ് ഓഫ് KCS ആക്ട്, അങ്ങനെ കൃത്യമായി നമുക്ക് പറയുന്നുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന്. ഇനി നമ്മൾ ബാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്കുള്ളത് 40 മാർക്കാണ് വരുന്നത്. 1ാമത്തെ മോഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ്, നമ്മുടെ CICB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു മോഡ്യൂളാണ് അല്ലേ. അടുത്ത മോഡ്യൂളാണ് സെൻട്രൽ ബാങ്കിങ്, നമ്മുടെ RBI, അതിൻ്റെ ഫങ്ഷൻസ്, അത്തരം കാര്യങ്ങളാണ് 2ാമത്തെ മോഡ്യൂൾ. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ച് എന്താണ് നമുക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഏരിയ ആണ്. പക്ഷേ നമ്മൾ പറയുന്നു സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നും ഉറപ്പായും ഉണ്ടാകും. അതുകൊണ്ട് ഇൻഡെപ്ത് ആയ സ്റ്റഡി വേണം. ജസ്റ്റ് CSEB എക്സാമിന് പോകുന്നവരെ വായിച്ചു നോക്കിയിട്ട് പോവുകയല്ല വേണ്ടത്. അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ് ആൻഡ് അതിനുശേഷം പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ്. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മേജേഴ്സ് ആൻഡ് അക്വിസിഷൻ, അതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, നമ്മുടെ BR ആക്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനിയുടെ വൈൻഡിങ് അപ്പിനെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. കിട്ടുന്നത് എത്ര മാർക്കാണ്? 4 മാർക്ക്. ഇനി ബാങ്കിങ്ങിന് നമുക്ക് 10 മോഡ്യൂള് 4 മാർക്ക് വീതം 40 മാർക്ക്. ഇനി 6ാമത്തെ മോഡ്യൂള് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ആണ്. അതിനകത്ത് ബാങ്കർ കസ്റ്റമർ ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലബുകളുടെയും അസോസിയേഷൻസിൻ്റെയും ജോയിന്റ് അക്കൗണ്ടുകളെ കുറിച്ചും, അതുപോലെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ CSEBയുടെ അതേ സിലബസ് ആണ്. CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആണ് അല്ലേ. അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്,
ഇനി 9ാമത്തെ മോഡ്യൂളാണെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്. 10ാമത്തെ മോഡ്യൂളാണെങ്കിൽ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. നമ്മുടെ CRAR, ക്യാമൽസ്, NPA, നമ്മുടെ PMJJBY, അങ്ങനെ നമ്മുടെ പുതിയ കുറച്ച് സ്കീമുകൾ, അടൽ പെൻഷൻ യോജന, അങ്ങനെ പുതിയ മാറ്റങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഏറെക്കുറെ 10 മോഡ്യൂളുകളിൽ നിന്നും 4 മാർക്ക് വീതം 40 മാർക്കാണ് നമുക്ക് ബാങ്കിങ്ങിൽ നിന്നും വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്? ഇപ്പം നിങ്ങളുടെ CSEB എക്സാം ആയിക്കോട്ടെ, ഈ പറയുന്ന KS കാർഡ് JCA ആയിക്കോട്ടെ, ഇത്രയും നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകൾ സെയിം ആണ് അല്ലേ? നിങ്ങളെ സംബന്ധിച്ച് സെയിം ടോപ്പിക്കുകളാണ് ഇതിന് വരുന്നത്. അപ്പം ഈ ഒരു മോഡ്യൂളുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് CSEB എക്സാമും എഴുതാൻ പറ്റും, KS കാർഡിൻ്റെ എക്സാമും എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് അഡീഷണൽ വരുന്നത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അക്കൗണ്ടൻസി വരും, ലോയുടെ കുറച്ച് കൂടുതൽ പോർഷൻസ് വരും. ഇവിടെ നമ്മൾ ലോ പറയുന്നുണ്ട്, KS കാർഡിനകത്ത് ലോയുടെ കുറച്ച് പോർഷൻസ് ഉണ്ട്, എന്നാലും ലോയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അഡീഷണൽ പഠിക്കണം. പിന്നെ നമ്മുടെ നോൺ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, GK. ഇവിടെ നോക്കിയാൽ നമുക്കിനി IT ആൻഡ് സൈബറിലോ 10 മാർക്ക്. ശരിയല്ലേ? അപ്പം നമ്മുടെ പഠനം ഈ 2 എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു 2 എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ IT ആൻഡ് സൈബർ ലോയിലേക്ക് വരികയാണെങ്കിൽ 10 മാർക്കാണുള്ളത്. അതും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. അപ്പം ഇൻപുട്ട് ഡിവൈസസ് ഏതാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോർ, കൺട്രോൾ ട്രാൻസ്ഫർ, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, LAN, WAN, MAN, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ IT ആൻഡ് സൈബർ ലോയിൽ നിന്നും നോക്കേണ്ടത്. വളരെ ചെറിയ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ആയിട്ടുള്ള പോർഷൻസ് ആണ് നമുക്ക് നോക്കുവാനായിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒന്ന് ഉഷാറായിട്ട് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മാക്സിമം സ്കോർ ചെയ്യുവാനായിട്ട് പറ്റും. കാരണം ഈ തന്നിരിക്കുന്ന സിലബസിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത. നമുക്ക് എപ്പോഴും പറയാറുണ്ട്, ഈ മുകളിൽ തന്നിരിക്കുന്നതിന് വിഭിന്നമായി അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേറെ ഏരിയകളിൽ നിന്നും ചോദ്യങ്ങൾ വരാമെന്ന് പറയാറുണ്ട്. എങ്കിലും ഈ തന്നിരിക്കുന്ന സിലബസിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് ഈ ഒരു സിലബസ് കൃത്യമായി പ്രിന്റ് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഓരോ ടോപ്പിക്ക് കവർ ചെയ്ത് പോകുമ്പോഴും ആ ഒരു ടോപ്പിക് കവർ ചെയ്തെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ മാർക്ക് ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോൾ അതിന് മറ്റൊരു സിമ്പൽ കൊടുക്കുക. അങ്ങനെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ പഠനം ഒരു പ്രത്യേക സ്ട്രാറ്റജിയിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ തവണ നന്നായി എക്സാമിന് പഠിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ എത്തുവാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാനൊന്ന് പറയാം, 8921440580. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നമ്മുടെ കോഴ്സിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മുൻപിൽ ഏറെക്കുറെയുള്ളത് 90 ദിവസങ്ങളാണ്. 90 ദിവസം കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ, എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ഫുൾ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഈ തവണത്തെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുവാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്